ആരാ ചൊല്ലിയത്? ആ ചൊല്ലിയത് ആരാ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും. ഉടനെ ഇങ്ങോട്ട് കൊയ്പ്പൊക്കി കൂടെ ഞാനാണ് ചൊല്ലിയ, അവനാന്ന് അവനെ അറിയില്ലേ? കള്ളു കുടിച്ചിട്ടൊന്നുമല്ല വന്നു ആണോ? എന്താണ് 1 2 3 എന്ന് പറഞ്ഞത്? എന്താ അതിന്റെ അർത്ഥം? എന്താ അത് കഴിഞ്ഞിട്ട് എന്തിനാ 1 2 3 എന്ന് പറഞ്ഞത്? മാതൃവന്ദനം 1 2 3 എന്തിനാ അത് പറഞ്ഞത് മോളെ? ഞാൻ എന്താ ചെയ്യേണ്ടത് അത് കേട്ടിട്ട്? അത് പ്രയറിന്റെ ഭാഗമാണോ? ആണോ? ഏത് പുസ്തകത്തിലാ ആ പ്രയർ അങ്ങനെയുള്ളത്? അറിയാണ്ട് ചോദിക്കുകയാണ്, സത്യമായിട്ട് അറിയാണ്ട് ചോദിച്ചാണ്. ഈ മ്യൂസിക് പഠിപ്പിക്കുന്ന ആളൊക്കെ എല്ലാ കോറസിലും എല്ലാവരും കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട് ഒരേ സമയത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രയറിനോ ഒരു സോങ്ങിനോ മുമ്പ് പറയുന്നതാണ് 1 2 3 ഉടനെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞ ഉടനെ എന്തോ വരാൻ പോകുന്നുണ്ടെന്ന്, അടുത്ത ശ്ലോകം, അടുത്ത പാട്ട്, അടുത്ത മ്യൂസിക് വരാൻ പോകുന്ന വെച്ചിട്ട് കാത്തിരുന്ന. ഇന്നലെ ഇന്നും ഒക്കെ മിഞ്ഞാന്നൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല. എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. ഏതെങ്കിലും അതാരെ പഠിപ്പിച്ച മക്കളെ? അവരോട് ചോദിച്ചു എന്തിനെങ്ങനെ പറയണം? വീട്ടിൽ നാമം ചൊല്ലുമ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ ചൊല്ലിയത് കഴിഞ്ഞിട്ട് മാതൃവന്ദനം 1 2 3 എന്ന് പറയും. അറിയോ? അല്ല, ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും ആയിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ കമ്പൈൽ ചെയ്ത് നിത്യശ്ലോക എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ്. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യണം അടുത്ത എഡീഷനിൽ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് പറയാം. ഇവിടുത്തെ ടീച്ചർമാർ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം, സത്യം പറഞ്ഞാൽ അറിയാത്തോണ്ട് ചോദിക്കാം. മനോജ് ഒരു കാര്യം പറഞ്ഞു, പക്ഷെ എനിക്ക് അത്ര കൺവിൻസ്ഡ് അല്ല. അല്ലേ? മനോജ് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു കൺവിൻസ്ഡ് അല്ല. പക്ഷെ അത് ഈ ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. എനിക്ക് പോലും അറിയില്ല, ആ കുട്ടിക്കും അറിയില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എന്തെങ്കിലും അതിനാണെന്ന് ആ കുട്ടികൾ പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞാൽ മതി. ആണോ? മനോജ് പറഞ്ഞത് ശരിയാണോ? ടീച്ചേഴ്സ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, പ്ലീസ്. ടീച്ചേഴ്സിന് അറിയോ? ഒരു ഉത്തരവ്. ഓക്കെ. ആ മൂന്ന് അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് മാതൃവന്ദനം 1 2 3 എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ആ ബേസിക് നോളജൊക്കെ എനിക്കുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് ഈ പ്രയറിന്റെ ഭാഗമായിട്ട് പ്രയർ കഴിഞ്ഞ ഒട്ടനെ മാതൃവന്ദനം 1 2 3 എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചത്. ഇത് ആ പ്രയറിനെ പറയാനല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ നടന്നൊരു സംഭവം നമ്മളൊക്കെ വെറുതെ കേട്ടിരിക്കും കുട്ടികൾ, ആണോ അല്ലയോ? എന്തിനാണ് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുണ്ടാവണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ. അതൊരു എക്സാമ്പിളായിട്ട് എടുത്തത് ഇന്ന് രാവിലെ നടന്ന സംഭവം, അല്ലാണ്ട് ആ പ്രയറിനോടുള്ള അല്ലെങ്കിൽ ആ ചൊല്ലിയതിലുള്ള തെറ്റ് കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ എന്ത് കേൾക്കുമ്പോഴും എന്ത് ചെയ്യണം? ചോദിക്കുക. മനസ്സിലായോ? വളരെ ഫോർമലായിട്ട് അടുക്കും ചുറ്റയോടുകൂടി നടക്കുന്ന ഒരു മിലിറ്ററി സെന്റർ ഒന്നും അല്ലല്ലോ, ആണോ? പറഞ്ഞതൊക്കെ കേൾക്കണം, ഒന്നും ചോദിക്കരുത്. അങ്ങനെ പോലീസ് ട്രെയിനിങ് സെന്റർ ഒന്നും അല്ലല്ലോ, പഠിക്കാൻ വരുന്ന സ്ഥലമല്ലേ. അപ്പൊ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ പറയാൻ കാരണം വഖഫ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ എന്താണ് വഖഫ്, എന്താണ് റിയാക്ട്. ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന ഒരു ക്ലാസ് അല്ല ഇത്. നിങ്ങളുടെ സാധാരണ ക്ലാസ്സിലെ ടീച്ചർമാർ വന്ന് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്ന ഒരാളല്ല. നമുക്ക് അന്യോന്യം സംസാരിക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന കുറേ നോളജ് ഉണ്ട്. എനിക്കറിയാത്ത പലതും നിങ്ങൾക്ക് അറിയണം. പറയൂ, എന്താണ് വഖഫ്? അങ്ങനെയാണോ? എത്ര പേര് അത് ശരിയാന്ന് പറയും ആ ഒരു സെന്റൻസ്? അടുത്ത ആളെ നോക്കുക. അപ്പോൾ എത്ര ആള് ശരിയാണെന്ന് പറയുമ്പോൾ ഇയാൾ ശരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ശരി. ഇതെന്താ മെജോറിറ്റി നോക്കിയിട്ടാണോ നിങ്ങൾ തീരുമാനിക്കുക? പറയൂ. പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് മാത്രമുള്ള ക്ലാസ് അല്ല ഇത്, എല്ലാവർക്കും ഉള്ളതാണ്. ലെറ്റ് us കോൺട്രിബ്യൂട്ട് ഇൻ ലേണിംഗ് പ്രോസസ്. പറയൂ. മുസ്ലിങ്ങൾക്കുള്ളൊരു നിയമമാണോ? ആണോ? എൻ്റെ അറിവിൽ അത് തെറ്റാണ്. ഇത് മുസ്ലിങ്ങൾക്കുള്ള നിയമമല്ല. നിങ്ങൾക്ക് ഒരു അഭിപ്രായമില്ല. കേട്ടിട്ടുണ്ടോ വഖഫ് എന്നുള്ള വാക്ക്? കേട്ടിട്ടുണ്ടോ? എന്നിട്ട് മക്കളെ വർത്തമാനം പറയും. മക്കളെ, നിങ്ങൾ എന്ത് ഡഫ് ആൻഡ് ഡംബാണോ ഈ ക്ലാസ്?
എല്ലാ അന്ധന്മാരെയും ബുദ്ധിയില്ലാത്തവരെയും ചെവിയും കാതൊന്നും കേൾക്കാത്തവരെയും വർത്തമാനം പറയാത്തവരെയും മാത്രം ക്ഷണിച്ചിരുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. ഞാൻ വരുന്ന സമയത്ത് കണ്ടുള്ള ചില വർത്തമാനം പറയണത് എല്ലാവരും നല്ല പോലെ പാചകടിക്കണ്ടല്ലോ. എന്തിനെ കുറിച്ചാ? രാവിലെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ചാ? ഇന്ത്യയുടെ ലാൻഡ് ഭൂമി ഉണ്ടല്ലോ, ആരുടെയാണെന്നാണ്? ഇന്ത്യയുടെ ഭൂമി ആരുടെയാണ്? ഇന്ത്യൻസിന്റെ ആണോ? റൈറ്റ് ഓർ റോങ്? ലോ പഠിക്കാനിരിക്കുന്ന ഒരാളുണ്ട്, പറയും. ഹു ഹാസ് ദ റൈറ്റ് ഓഫ് ദ ലാൻഡ് ഇൻ ഇന്ത്യ? ഗവൺമെന്റിന്റെ ആണ്. മനസ്സിലായോ? ഈ സ്ഥലം അരവിന്ദ വിദ്യാമന്ദിരത്തിന്റെ അല്ല. രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സ്ഥലം കയ്യിൽ വെക്കാനും, അല്ലെ, അങ്ങനല്ലേ എഴുതുക രജിസ്ട്രാർ, കയ്യിന്റെ ഉടമസ്ഥതയിൽ വെക്കാനും എന്ത് ചെയ്യാനും ഉപയോഗിക്കാനും ഉള്ള ലൈസൻസ് നിങ്ങൾക്ക് ഗവൺമെന്റ് തരുന്നു. ഇത്രേ ഉള്ളൂ. അതാണ് ഓണർഷിപ്പ്. ട്രസ്റ്റി എന്നാ പറയാ. എന്താ പറയാ? ഇപ്പൊ ഗവൺമെന്റിന് ഈ സ്ഥലം വേണമെന്ന് വിചാരിച്ച ഉടനെ എല്ലാരെയും പുറത്താക്കാം. കാരണം ഈ ലാൻഡ് ആരുടെയാ? നിങ്ങളുടെ കയ്യിലുള്ള കാശ്, നോട്ട് ആരുടെയാ? നിങ്ങളുടെതല്ല, ഗവൺമെന്റിന്റെയാണ്. അത് നിങ്ങൾ കീറുകയോ അതിനകത്ത് എന്തെങ്കിലും എഴുതുകയോ ചെയ്താൽ പോലീസ് പിടിച്ചോണ്ടു. എന്റെ കാശാണ്, എനിക്ക് ആവശ്യമുള്ള പേര് എഴുതാന്ന് പറ്റുമോ? പറ്റില്ല. നിങ്ങളുടെ പേരും നമ്പറും ഒന്ന് എഴുതി ഏതെങ്കിലും നോട്ടിൽ, ധൈര്യം ഉണ്ടെങ്കിൽ പോലീസ് പിടിച്ചോണ്ടു. അത് നിങ്ങൾക്ക് എഴുതാൻ അധികാരമില്ല. അതെന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷൻ ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സിലായോ? പ്രത്യേകിച്ചും പബ്ലിക് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ വീട്ടിനകത്ത് ഒരാൾക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ചെയ്യാം. അണ്ടർസ്റ്റുഡ്? ഇപ്പോൾ ചിലയിടത്ത് ചില നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കണം. അത് ആ സമയത്തുണ്ടാവുന്ന നിയമങ്ങളാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കാലത്ത് എന്ത് ചെയ്തു? മുഗൾസ് വന്ന സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള കാലത്തും കുറേ സ്ഥലങ്ങൾ മുസ്ലിം അല്ല, മുസ്ലിം എന്ന് പറയുന്നത് ഒരു കാസ്റ്റാണ്, അവർക്കല്ല, വഖഫ് ബോർഡിന് കൊടുത്തു. അണ്ടർസ്റ്റുഡ്? മുസ്ലിം എന്ന വാക്ക് അതിനകത്ത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എല്ലാ മുസ്ലിംസിനും അതിന് അധികാരമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തിനു കൊടുത്തു? അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എഴുതി കൊടുത്തു. അതാരാ കൊടുത്തത്? അന്ന് കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാരും ഗവൺമെന്റും ഒക്കെ കൊടുത്തു. അത് ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ടാവും, ഇന്ത്യക്കാർ കൊടുത്തിട്ടുണ്ടാവും, ഇന്ത്യയിലുണ്ടായിരുന്ന രാജാക്കന്മാർ കൊടുത്തിട്ടുണ്ടാവും, ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞു? താജ്മഹൽ എന്ന സ്ഥലം ഷാജഹാൻ ആർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു? വഖഫ് ബോർഡിന് കൊടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ, താജ്മഹൽ വഖഫ് ബോർഡിന്റെ ആണോ അല്ല ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആണോ? ഇപ്പൊ വഖഫ് ബോർഡ് താജ്മഹൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. അപ്പൊ സുപ്രീം കോർട്ട് പറഞ്ഞു ആ നിങ്ങളുടേതാണെന്ന് എഴുതി തന്നത് ആരാണ്? ഷാജഹാൻ ആണല്ലോ, അല്ലേ? ആ ഷാജഹാൻ എഴുതി തന്നതിന്റെ പേപ്പർ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അന്ന് കുറച്ച് തമാശയോടുകൂടിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഷാജഹാന്റെ സിഗ്നേച്ചർ കാണുന്ന ആഗ്രഹമുണ്ടൊന്ന് കാണിച്ചു തരുന്നു. ഒപ്പിട്ട് കൊടുക്കണമല്ലോ, ഇല്ലേ? മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങൾ അവരുടേതാണ് എന്നുള്ള ഒരു അധികാരവും, അത് പൂർണ്ണമായിട്ടും അവർക്ക് തന്നെ. ഈ കോട്ടയം ലാൻഡ് ആരുടെയാണ്? ഗവൺമെന്റിന്റെ ആണ്. പക്ഷെ ആരുടെയാണ്? ഗവൺമെന്റിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അതാരതാ? കലക്ടറാണ്. കലക്ടർ ഈസ് ദ റവന്യൂ അതോറിറ്റി. മനസ്സിലായോ? എഴുതന്റെ മക്കളെ, ഈ പറയുമ്പോൾ എഴുതില്ല. കാരണം ഒരു ടീച്ചർമാരും നിങ്ങളെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചിട്ടില്ല. നോട്ട് ടേക്ക് നോട്ട്, അപ്പോഴേ തുടങ്ങുള്ളൂ. അതുവരെ ഇങ്ങനെ ഇരിക്കണം. ആവശ്യമുള്ളത് നിങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളത് സാധാരണ ബോധമാണ്. അല്ലെങ്കിൽ ഗോ ടേക്ക് കളക്ട്, നോട്ട് ബുക്കൊക്കെ കളക്ട് ചെയ്യും. പേനയും പേപ്പറുമാണ് നിങ്ങളുടെ ആയുധം. അത് നല്ലപോലെ ഉപയോഗിക്കണം. അത് ടീച്ചർമാർക്കും വേണം ആ സ്വഭാവം, എങ്കിലേ അവർ പഠിക്കുള്ളൂ. ടീച്ചർമാർ പഠിക്കുന്നത് കണ്ടിട്ടാണ് മക്കൾ പഠിക്കേണ്ടത്. ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് കൊടുക്കുന്ന സ്ഥലമല്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. കാരണം അതിനേക്കാളും കൂടുതൽ അറിവ് നമുക്ക് ഗൂഗിളിലും നെറ്റിലും, അല്ലേ, ചാറ്റ് GPT ചോദിച്ചാൽ എന്തുത്തരം കിട്ടും.
ആരാ ലോകത്തിലെ ഏറ്റവും നല്ല ടീച്ചർ? WWW ആരാണ്? ഇന്റർനെറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും നല്ല ടീച്ചർ. ഏതെങ്കിലും ടീച്ചർ എനിക്കാണ് വിവരം തോന്നുന്നത് തെറ്റാണ്. എന്ത് ചോദ്യത്തിനും ഉത്തരം പറയുന്നത് ഞാൻ പഠിക്കുന്നതൊക്കെ WWW. ഇന്നല്ല, കുറേ കൊല്ലങ്ങളായിട്ട്. എത്ര കൊല്ലമായി? വർഷങ്ങളായിട്ട് പഠിക്കാം. 10-24 വർഷമായി. അതിലാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്ന് 2025 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 2025 അഡാപ്റ്റീവ് ലേണിംഗ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് അത്യാവശ്യം, അങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് എഴുതിയ പുസ്തകമാണ്. ഓക്കെ, പക്ഷെ അന്നൊന്നും ആരും ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങിയത്? കോവിഡ്. പ്രൊഫസർ കോവിഡ് പഠിപ്പിക്കേണ്ടി വന്നു. കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാപ്രൊഫസർ വന്നപ്പോൾ അന്ന് വരെ തൊടാത്ത ടീച്ചർമാരൊക്കെ ചില എന്ത് ചെയ്തു, പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കാൻ. അന്ന് MG യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഇതിന് തൊട്ടടുത്തുള്ളൊരു കോളേജിൽ വന്നിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് 2005 എന്ന് വെച്ചാൽ 17 വർഷം മുമ്പ് കോവിഡ് വരുന്നത്. എങ്ങനെയാണ് പഠനം ക്ലാസ്സിൽ ഓൺലൈൻ ആക്കേണ്ടത്. അപ്പം എല്ലാ ദിവസവും എത്രത്തോളം നിങ്ങൾ ചെക്ക് ചെയ്യണ്ടോ അത്രത്തോളം അറിവ് നിങ്ങൾക്ക് കിട്ടും. അതുണ്ടാക്കി എടുക്കണം. ഓൾ ഓഫ് യു ഷുഡ് ഡു ഇറ്റ്. നല്ലപോലെ കൃത്യമായിട്ട് നോക്കി 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 പഠിക്കുക. അതാണ് വേണ്ടത്. എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കണം. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ലുക്ക് അറ്റ് ദ ഇന്റർനെറ്റ് ആൻഡ് ലേൺ. അതാണ് എൻ്റെ ഉത്തരം. ക്ലാസ് മുറികളിലെ ടീച്ചർമാർക്കൊന്നും അധികം വിവരമൊന്നുമില്ല. കാരണം അവരൊന്നും ഈ വിവരം പഠിക്കാറില്ല. ടെക്സ്റ്റ് ബുക്കിലെ മാത്രം പറയുന്നു. ആ വിവരമൊക്കെ യൂസ്ലെസ് ആവും നിങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ അതിനേക്കാളും അസലായിട്ട് പഠിപ്പിക്കുന്നതാണ് ഇന്റർനെറ്റ്. ഇപ്പോൾ ടീച്ചേഴ്സിന്റെ റോള് മാറി. ടീച്ചർ യൂസ്ലെസ് ആണെന്നല്ല ഞാൻ പറഞ്ഞു. ടീച്ചേഴ്സിന്റെ റോള് മാറി. അണ്ടർസ്റ്റുഡ്? എന്ത് എവിടെ നോക്കണം, എങ്ങനെ പോകണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നവരാണ് ടീച്ചേഴ്സ്. എവിടെ പോയാൽ കിട്ടും. ഇപ്പം ഇന്നൊരു മോൻ അഡ്വക്കേറ്റ് ആവണം, കോർട്ട് എന്ന് പറഞ്ഞ സിനിമ കാണണം. എന്തൊക്കെ സിനിമകളാണ് കാണേണ്ടത് പറഞ്ഞു കൊടുത്താൽ അതിൽ ഫുൾ ഡോക്യുമെന്ററി അവൈലബിൾ ആണ്. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാന്ന് വിചാരിക്കുക. ഗ്ലോബൽ വാർമിംഗ് സ്വിൻഡൽ മൂവി കാണണം. ദ ഇൻകൺവീനിയന്റ് ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമ കാണണം. ഇത് പറയുമ്പോഴാണ് നിങ്ങൾ അറിയാം. എൻവിറോൺമെന്റ് സയൻസ് ആണ്. സീസ്പിരസി എന്ന് പറഞ്ഞ സിനിമ കാണണം. കോൺസ്പിരസി എന്ന് പറഞ്ഞ സിനിമ കാണണം. ഈ സിനിമയുടെ പേരൊക്കെ എഴുതി വെക്കുക. അറ്റ്ലീസ്റ്റ് ഇന്റർനെറ്റിൽ പോയിട്ടോ യൂട്യൂബിൽ പോയിട്ടോ കാണാം. എഴുതുക എന്നുള്ള സ്വഭാവമാണ്. നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ്. എന്ത് കേൾക്കുമ്പോഴും എഴുതുക. അതല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ എഴുതണമെന്നില്ല. യു ക്യാൻ കീപ്പ് എ റെക്കോർഡ് ഇറ്റ് ആൻഡ് ലിസൺ ടു ദാറ്റ് മെനി ടൈംസ്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു ബോർഡ് മാത്രം സ്മാർട്ടും നിങ്ങളൊക്കെ സ്മാർട്ട് അല്ലാണ്ടും ആവില്ല. സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ടീച്ചറും സ്മാർട്ട് ആവണം, സ്റ്റുഡൻസും സ്മാർട്ട് ആവണം. എക്യുപ്മെന്റ് സ്മാർട്ടായിട്ട് എന്താ കാര്യം? സോ ലേൺ ആസ് മച്ച് ആസ് യു ക്യാൻ. എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കണം. ആഗ്രഹമാണ് ഉണ്ടാവേണ്ടത് പഠിക്കാനുള്ളത്. വഖഫ് ഡോക്ടർ TPS അടിച്ചു നോക്കാം. അപ്പോൾ അതിനകത്ത് കാണാം യൂട്യൂബിൽ. ഇനി എൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി ഒരു ചോദ്യം, വഖഫ് അത് കൈകാര്യം ചെയ്ത വിധത്തിലല്ല കൈകാര്യം ചെയ്തത്. അത് നാനാവിധമായിട്ട് ഉപയോഗിച്ചു. പലരും കയ്യിൽ പോയി. ഗവൺമെന്റ് ഓഫ് കേരളയുടെ പല ഓഫീസുകളും വഖഫ് ബോർഡിന്റെ സ്ഥലത്താണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എന്താ ചോദിക്കാതിരുന്നത്? കാരണം ഗവൺമെന്റ് ലോയിൽ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ഹൂ ഹാസ് കസ്റ്റഡി ദേ ആർ ദ ഓണേഴ്സ് എന്നാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് കയറി താമസിച്ചു എന്ന് വിചാരിക്കുക. 7 വർഷം താമസിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടേതായി. 7 വർഷം ആരും നിങ്ങളെ പുറത്താക്കിയില്ല. കാരണം ആരാണോ കൈക്കൽ വെച്ച് അത് ഉപയോഗിക്കുന്നത് അവർക്കുള്ള ആണല്ലോ ഗവൺമെന്റ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണല്ലോ, അല്ലേ? മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഈ കാട്ടിലൊക്കെ താമസിക്കുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് നമ്മൾ കൂടിയാ ഉപയോഗിക്കുക. SC ST എന്ന് ഉപയോഗിക്കുക. അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ്, ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ കാട്ടിനകത്ത് താമസിക്കുന്നവരാണ്. ഓക്കെ, അവർ പുറത്തു വരികയില്ല. അങ്ങനെ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ രേഖയുണ്ടോ? അവർ പാരമ്പര്യമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. ഇനി അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ പറ്റുമോ ഗവൺമെന്റിന്? പറ്റും. പക്ഷെ എന്ത് ചെയ്യണം?
അതിന് നല്ല സൗകര്യമുള്ള കുറേ സ്ഥലങ്ങൾ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം, സ്ഥലം, വീട് ഒക്കെ വെച്ചു കൊടുക്കണം. മനസ്സിലാവുണ്ടോ? അവർക്ക് റൈറ്റ് ഉണ്ടെന്നാണ്. ഒക്യുപ്പേഷൻ ഈസ് ദ റൈറ്റ് എന്നാണ് ഇന്ത്യൻ ലോയിലെ ആദ്യത്തെ നിയമം. നിങ്ങൾ ഒക്യുപ്പൈ ചെയ്താൽ നിങ്ങളുടേതായി. നിങ്ങളുടെ കയ്യിൽ കാശ് നിങ്ങളുടെ പേഴ്സിലാണെങ്കിൽ അത് നിങ്ങളുടേതാണ്. അതാണ് യു ആർ ഓക്യുപ്പൈയിങ് ഇറ്റ്, യു ആർ കീപ്പിംഗ് ഇറ്റ്, ദെയർഫോർ ഇറ്റ് ഇസ് യുവേഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ താജ്മഹൽ ഇത്രയും കാലം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റാണ് കൈവശം വെച്ചിരുന്നത്. അപ്പൊ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ല എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം അതിന് ഒപ്പോസ് ചെയ്തില്ല? നമ്പർ 1. നമ്പർ ടു എന്താണ്? ഇതുപോലെ കുറെ സ്ഥലങ്ങളുണ്ട്. ഞാൻ പോയിട്ടുള്ള കോളേജാണ് ഫറൂഖ് കോളേജൊക്കെ. ഫറൂഖ് കോളേജ് നടത്താൻ വേണ്ടി ഒരു സ്ഥലം കൊടുത്താലേ അവിടെ കോളേജ് നടത്താവൂ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്തിനു വേണ്ടിയാണോ കൊടുക്കുന്നത് അത് മാത്രമേ ഉപയോഗിക്കാവുന്ന നിയമമുണ്ട്. അപ്പൊ അതിനല്ലാണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആർക്ക് തിരിച്ചെടുക്കാം? ഗവൺമെന്റിന് തിരിച്ചെടുക്കാം. ഇനി ഇതിന്റെയൊക്കെ തീരുമാനം ഒരു ജില്ലയിൽ ഉണ്ടാവുമ്പോൾ ആരാ എടുക്കേണ്ടത്? കലക്ടറാണ്. പക്ഷെ അബദ്ധവശാൽ നമ്മുടെ ഗവൺമെന്റ്, പഴയ ഗവൺമെന്റ്, ഏത് പാർട്ടിയാണെന്ന് എനിക്ക് ബാധകമല്ല, ഞാനും പ്രൈം മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്താണ്. ഓക്കെ, അപ്പൊ ആ ഗവൺമെന്റ് തീരുമാനിച്ചു എന്ത്? വഖഫിന് കോർട്ടിന്റെ അധികാരമുണ്ട്, അവർക്ക് തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങൾക്കൊരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് ആരെടുത്ത് കൊടുക്കണം? കോർട്ടിൽ കൊടുക്കണം, അല്ലെങ്കിൽ കലക്ടർ എടുത്ത് പോയിട്ട് പറയണം. റൈറ്റ്? വഖഫിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അധികാരം കൊടുത്തു, തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അധികാരം. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയത്. അവർക്ക് ആ അധികാരമില്ല. വഖഫ് സ്ഥലം വേണോ വേണ്ടോ എന്നൊക്കെ ഉള്ള വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു അധികാരം അവരിൽ നിന്ന് മാറ്റി. എന്തുകൊണ്ടാണ് മുസ്ലിമിന്റെ അല്ലാന്ന് പറയാൻ കാരണം മുസ്ലിംസും ഇതിൽ കുറെ കഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട്. അവർ ഒക്യുപ്പൈ ചെയ്ത സ്ഥലം, അവർ ബിൽഡിംഗ് ഉണ്ടാക്കി, അവർ സ്ഥലത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട്, എനിക്കറിയുന്ന സ്ഥലമൊക്കെ ഉണ്ട്. എൻ്റെ നാട്ടിലടുത്തൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സ് മുസ്ലിമിൻ്റെയാണ്, പക്ഷെ അത് ഇരിക്കുന്നത് വഖഫ് ബോർഡിലാണ്. അപ്പോൾ അവർ പറഞ്ഞ് വഖഫ് ബോർഡിൻ്റെയാണ്. ആ മുസ്ലിം അതിനെതിരെ കേസ് കൊടുത്തിട്ട്, മനസ്സിലായോ? അപ്പൊ മുസ്ലിമിനെതിരെ അല്ലത്, വഖഫ് ബോർഡിനെതിരെയാണ്. ഇനി ഇപ്പൊ വഖഫ് ബോർഡിൽ എന്ത് ചെയ്തു? മുസ്ലിംസ് അല്ലാതെ കുറച്ച് പേരും കൂടി, കാരണം ഗവൺമെന്റ് ഉണ്ടാക്കിയൊരു ബോർഡാണല്ലോ, അല്ലാത്തവരെയും കൂടി അതിനകത്ത് ആഡ് ചെയ്തു. അതുകൊണ്ട് വഖഫ് ബോർഡ് മുസ്ലിമിന്റെ അല്ലാന്നോ മുസ്ലിമിന്റെ ആണെന്നോ എന്നുള്ള ഒരു ധാരണയൊന്നും വേണ്ട. ആ ഒരു അധികാരം കളക്ടറിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും ഇക്വലന്റ് ആയിട്ട് വേറെ കൊടുത്താൽ അത് തെറ്റാണെന്ന് ഇപ്പൊ പാർലമെന്റ് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ കേസ് വഖഫ് ബോർഡിനോട് നേരിട്ട് നടത്തണം. അതിന്റെ തീരുമാനം ആരെടുക്കും? കോർട്ടെടുക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഈ സ്ഥലങ്ങളൊക്കെ ഒരു കാലത്ത് രേഖയൊന്നുമില്ല. അതൊരു തമാശ കഥ പണ്ട് എൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്. ഓക്കെ, ഈ വഖഫ് ബോർഡ് വരുമ്പോൾ അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്. ഒരു ഭിക്ഷക്കാരൻ ഒരു വലിയ രാജാവിൻ്റെ കൊട്ടാരത്ത് പോയിട്ട് പറയുന്നു, അങ്ങല്ല രാജാവ്, ഞാനാണ്, ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. ആരാ പറയണത്? ഒരു ഭിക്ഷക്കാരനാണ് പറയുന്നത്. ഇപ്പോൾ രാജാവ് എന്ത് ചെയ്യും? പോവോ? അയാൾ എന്ത് പറയും? അയാളെ പിടിച്ച് പുറത്താക്കാൻ പറയും. പുറത്താക്കുന്നതിന് മുമ്പ് കാര്യം കേൾക്കാൻ പറയും. അങ്ങനെ പോയി പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അയാൾ പറഞ്ഞു, എൻ്റെ മുത്തശ്ശനായിരുന്നു ഇവിടുത്തെ രാജാവ്. ആരുടെ? ഭിക്ഷക്കാരൻ്റെ. അദ്ദേഹം നിങ്ങളുടെ മുത്തശ്ശനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ആര് ജയിച്ചു? നിങ്ങളുടെ മുത്തശ്ശൻ ജയിച്ചു. അങ്ങനെയാണ് അയാൾ രാജാവായത്. അപ്പോൾ ഇത് ആരുടെയാണ്? ഒറിജിനലി ആരുടെയാണ്? ഭിക്ഷക്കാരൻ്റെ മുത്തശ്ശൻ്റെ ആണോ അല്ലയോ? അപ്പം ഞാൻ നിങ്ങളെ യുദ്ധം ചെയ്ത് തോപ്പിച്ചിട്ട് പുറത്താക്കണോ? അല്ല, നിങ്ങൾ സ്ഥലം കാലിയാക്കി തരുന്നു. എൻ്റെ മുത്തശ്ശൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അങ്ങനെയാവും. ഇനി യുദ്ധം ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ രണ്ട് രാജാക്കന്മാരും പേപ്പറൊക്കെ ഒപ്പിട്ടിട്ട് കൊടുക്കുമോ? ഈ രാജ്യം നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ടോ? അങ്ങനെ യുദ്ധം ചെയ്ത് ജയിച്ചാൽ അയാളുടെ ആയി, ആണോ അല്ലയോ? അതായിരുന്നു പാരമ്പര്യം, അല്ലേ? എന്ന് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഏതോ ഒരു മുഗൾ ആൾക്കാർ ഇവിടെ വന്നു, പലതും ഒക്യുപ്പൈ ചെയ്തു, പല രാജാക്കന്മാരും ഭരിച്ചു, അവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്തു? ഒരു ബോർഡിന് എഴുതി കൊടുത്തു കുറച്ച് പേര്. അപ്പൊ അത് വാലിഡ് ആണോ അല്ലയോ എന്നാണ് ചോദ്യം. അത് ഇൻവാലിഡ് ആണെന്ന് പറയണം, പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ആ പേപ്പറൊക്കെ ഇൻവാലിഡ് ആണെന്ന് പറയാം, പക്ഷെ അങ്ങനെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ചില കാലത്ത് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എൻ്റെ നാട്ടിൻ്റെ ഒരു രാജാവിൻ്റെ, അല്ലെങ്കിൽ നാട്ടുരാജാവ് എന്ന് പറഞ്ഞ് ഭരിക്കുന്നതായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ. അന്ന് ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ റവന്യൂവും ഇവിടുത്തെ പോലീസിങ്ങും ഒക്കെ നിങ്ങൾക്ക് അധികാരമാണ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നടപ്പിലാക്കാൻ പറ്റും?
ഇല്ല. കാരണം പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ റൂൾ വന്നു, ഒക്കെ മാറി. മനസ്സിലായോ? എല്ലാ രാജാക്കന്മാരുടെ ആയിരുന്നു അമ്പലങ്ങൾ. ആ അമ്പലങ്ങളൊക്കെ രാജാക്കന്മാരുടെ ഭരണം പോയി, പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ആർക്ക് വിട്ടുകൊടുത്തു? ഗവൺമെന്റിന് വിട്ടുകൊടുത്തു. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗം. ദേവസ്വം ബോർഡിന്റെ കീഴിൽ, ബോർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഡിപ്പാർട്ട്മെന്റ് പോലെയാണ്. ഇത്രേ ഉള്ളൂ. അവർക്ക് ശമ്പളം കൊടുക്കുന്നതൊക്കെ ഗവൺമെന്റാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതിനൊക്കെ രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അതുകൊണ്ട് രേഖയില്ലാത്ത എല്ലാ ക്ഷേത്രങ്ങളും ആരുടെ പേരിലാവും? ഗവൺമെന്റിന്റെ പേരിലാവും. പലപ്പോഴും അങ്ങനെയാണ്. എല്ലാ പഴയ പാലസുകളും രേഖയില്ലാത്തതും ഒക്കെ ആരുടെ പേരിലാവും? ഗവൺമെന്റിന്റെ പേരിലാവും. അങ്ങനെ അല്ലാത്തത് ചിലർ ഒക്യുപ്പൈ ചെയ്ത് അവരുടേതാണെന്നുള്ള ഏതോ ഒരു ട്രാൻസാക്ഷൻ പേപ്പർ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത്ര ശരിയാണ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ശരിയാണ് പറയാൻ പറ്റില്ല എന്ന് കാരണം, ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലം, ഞാനിപ്പോൾ ജീവിക്കുന്ന സ്ഥലം, ഒരു കാലത്ത് നിസാമിന്റെ ആയിരുന്നു. ആരുടെയാണ്? ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും നിസാം പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ ഭാഗമല്ല, എൻ്റെ രാജ്യം, നിസാമിന്റെ രാജ്യം ആരുടെ ഭാഗമല്ല? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമല്ല. അവസാനം പിടിച്ചെടുക്കുകയായിരുന്നു, ഭയപ്പെടുത്തിയിട്ടൊക്കെ പറഞ്ഞുകൂടെ. പക്ഷെ നിസാമിന്റെ പ്രോപ്പർട്ടിയൊക്കെ ഇപ്പൊ നിസാമിന്റെ കയ്യിൽ തന്നെ. അപ്പൊ കുറേ മുസ്ലിംസ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഹൈദരാബാദ് ഏരിയ. അവരോടൊക്കെ എവിടെ പോകാൻ പറഞ്ഞു? പാർട്ടീഷൻ സമയത്ത് ആരൊക്കെ എല്ലാവരും ഇങ്ങോട്ട് പോയി? പാകിസ്ഥാൻ. അപ്പൊ അവരൊക്കെ പാകിസ്ഥാനിൽ പോയി. ആ പോകുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു? ഈ സ്ഥലമൊക്കെ ആർക്കൊക്കെയോ വിറ്റു. മനസ്സിലാവുണ്ടോ? പോകുന്നു അറിയുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? എല്ലാ സ്ഥലവും കുറെ പേർക്ക് വിറ്റു. ഗവൺമെന്റ് അത് ഏറ്റെടുത്തുവല്ലോ. ഈ പോയവരുടെയൊക്കെ സ്ഥലം ആരുടെ പേരിലേക്ക് കിട്ടി? അപ്പൊ ഒരേ സ്ഥലത്തിന് 2 ഓണറായി. ഇപ്പോ ആരൊക്കെയാ? ഒന്ന് ഗവൺമെന്റ്, പക്ഷെ അതിനു മുമ്പ് വിറ്റ ആൾക്കാർ. ഇന്നും കേസ് നടക്കുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൊളീഗ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലെ സയന്റിസ്റ്റുമാരും എംപ്ലോയേഴ്സും ഒക്കെ കൂടെ കുറേ സ്ഥലം എടുത്തത് കഴിഞ്ഞ 10-25 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ കേസാണ്. ആര് പറയുന്നത് കേൾക്കണം? ഗവൺമെന്റ് പറയുന്നത് കേൾക്കണോ? ഇനി ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഫ്രീ ആയിട്ട് പോയിട്ടുള്ള സ്ഥലം വെറുതെ വിട്ടിട്ടില്ല. അത് അവിടെയുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള അങ്ങനെയുള്ള പലരുടെയും ഹിന്ദുക്കളുടെ പേരിലേക്ക് മാറ്റി. ഗവൺമെന്റ് കയ്യിൽ വെച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ 2 ഓണർ ഉണ്ട്. അത് ഗവൺമെന്റ് അല്ല. ഒന്ന് ഹിന്ദു ആണ്, മറ്റേത് മുസ്ലിമാണ്. 2 ആളും ഇത് ഒക്യുപ്പൈ ചെയ്തിട്ടില്ല. മുസ്ലിം വിറ്റാളും അവിടെ പോയി താമസിച്ചില്ല, കയ്യിൽ കിട്ടിയ ആളും താമസിച്ചില്ല. ഏതോ ഒരാളുടെ പേരിലൊക്കെ ഡോക്യുമെന്റ് ഉണ്ട്. ഇനി ഇന്ത്യൻ ഗവൺമെന്റ് പ്രകാരം ചാർമിനാർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. എനിക്ക് 2 വിറ്റ്നസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ചാർമിനാർ നിങ്ങളുടെ പേരിൽ എഴുതാം. കാരണം രജിസ്ട്രാർ മാത്രം അതിന് ഒപ്പിട്ടാൽ മതി. ആ രജിസ്ട്രാർ എന്തിനാ ഒപ്പിടുന്നത്? ഇപ്പൊ അരവിന്ദ വിദ്യാമന്ദിരം എന്ന് പറയുന്ന ഈ ഫുൾ സ്ഥലം ഞാൻ ഏതെങ്കിലും ഒരാളുടെ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം? പറ്റും. എന്താ ചെയ്യേണ്ടത്? ഈ സ്ഥലത്തിന് എത്ര വിലയുണ്ടെന്ന് തീരുമാനിക്കാം. ഈ ബിൽഡിങ്ങും ഈ സ്ഥലവും ഒക്കെ കൂടി ഒരു 10 കോടി ഉണ്ടെന്ന് വിചാരിക്കാം. 10 കോടി ഉണ്ടെങ്കിൽ 10 കോടിക്ക് എത്ര സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം? എത്ര ടാക്സ് കൊടുക്കണം? ഗവൺമെന്റ് ഈ രജിസ്ട്രാർ ഓഫീസിൽ പോകുമ്പോൾ കാശ് കൊടുക്കണമല്ലോ. അത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ നോക്കല മാത്രമാണ് ആരുടെ പണി? രജിസ്ട്രാറിന്റെ പണി. കാശ് പിരിക്കുക, രജിസ്ട്രേഷൻ നടക്കുമ്പോൾ എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ആരുടെ വീടും ആരുടെ പേരിലും എനിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യണം? ഇത് എൻ്റെതാണെന്നുള്ളൊരു ഡോക്യുമെന്റ് ഉണ്ടാവണം. അത് ഫേക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആരുടെ പണിയല്ല? രജിസ്ട്രാറിന്റെ പണിയല്ല. കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ് തെറ്റാണോ ശരിയാണോ, ഇതിന്റെ ഓണർ ഇയാളാണോ എന്നൊന്നും പറയണ്ട. പക്ഷെ അതിന് ഉതകുന്ന 2 വിറ്റ്നസ്സുകൾ ഉണ്ടാവും. ആ വിറ്റ്നസിന്റെ ആധാർ കാർഡും കൂടി കൊടുത്താൽ ആരാ റെസ്പോൺസിബിൾ? എന്തിനാ അങ്ങനെ വിറ്റ്നസിനൊക്കെ വെക്കുന്നത്? ഞാൻ റെസ്പോൺസിബിൾ അല്ല, ഈ വിറ്റ്നസ് ആണ് റെസ്പോൺസിബിൾ എന്ന് പറയാണ്. അപ്പൊ ഇത് റിസ്ക് അല്ലേ? ആണോ അല്ലയോ? അപ്പൊ എല്ലാ ബയറും റിസ്കി ആണെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പ്രകാരം എന്താണ്? ദ ബയേഴ്സ് ആർ അറ്റ് റിസ്ക് എന്ന് ആദ്യത്തെ നിയമം. രജിസ്ട്രാർ നിയമങ്ങളിൽ ആദ്യം പറയുന്നത് ആരാണോ മേടിക്കുന്നത് അവര് റിസ്കിലാണ്. അതിന് യാതൊരു ബാധ്യതയും ആർക്കില്ല?
ഗവൺമെന്റിനും ഇല്ല, രജിസ്ട്രാർക്കും ഇല്ല. അപ്പൊ ഈ വഖഫ് ബോർഡിന് കൊടുത്തതും വഖഫ് ബോർഡ് അങ്ങോട്ട് കൊടുത്തതും ഒക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ല? ഗവൺമെന്റിന്റെ അല്ല. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കുക? ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? ശരിയാണോ തെറ്റാണോ എന്ന് എൻ്റെ അറിവ് ഇങ്ങനെയാണ്. അത് ചിലപ്പോൾ തെറ്റുണ്ടാവും, ചില ശരി, പക്ഷെ എന്തെങ്കിലുമൊക്കെ അറിയാലോ കുറച്ച്, ഇല്ലേ? അതെങ്ങനെയാണ് കിട്ടിയത്? ഒന്ന്, ഞാൻ LLB പഠിച്ചിട്ടുള്ളതാണ്, ലോ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ലോ പഠിക്കേണ്ട ഇതറിയാം. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും 10 സ്ഥലങ്ങളിൽ പോയിട്ട് വായിക്കുക. എത്ര പേരുണ്ട് ഒരു ന്യൂസ് കേട്ടാൽ, ഇത്രയും പറയാൻ കാരണം, എത്ര പേരുണ്ട് ഒരു ന്യൂസ് കേട്ടാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഒരു നല്ല നോട്ട് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുന്നവരുന്നായിരിക്കും. ഇപ്പം എൻ്റെ ലാപ്ടോപ്പ് നോക്കിയാൽ അതിനകത്ത് വഖഫ് എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ്, ഏതൊക്കെ, എല്ലാ നോട്ട് ഞാൻ കോപ്പി ചെയ്ത് വെക്കണമെന്നില്ല. പക്ഷെ ഇന്ന സൈറ്റിൽ പോയാൽ അത് കിട്ടും, ഇന്ന സൈറ്റിൽ പോയാൽ ഇന്നത് കിട്ടും, ഇന്ന യൂട്യൂബിലാണ് അതോറിറ്റേറ്റീവായിട്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കുറെ കളക്ട് ചെയ്ത് വെക്കുമ്പോഴാണ് നിങ്ങൾ ആരായി മാറുക? പഠിക്കാൻ താല്പര്യമുള്ളവരായിട്ട് മാറും. മനസ്സിലാവുന്നു? ഇതാണ് പഠനം, ഇതാണ് പഠിക്കുക എന്ന് പറഞ്ഞത്. എന്ത് കേട്ടാലും അതിനെക്കുറിച്ച് അവിടെ നിന്ന് കുറച്ചും കൂടി ആഡ് ചെയ്ത് പഠിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതാവണം ആരുടെ പണി? ക്ലാസ് മുറികളിലും ക്ലാസ്സിലും ഒക്കെ നടക്കണം. അതെല്ലാവരും ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾക്കതുണ്ടാവും. നിങ്ങൾക്ക് മാത്രം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാർക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്കുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു 3-4 ആൾ ആണ് നിങ്ങളുടെ കൂട്ടുകാരെങ്കിൽ അവരും അതേപോലെയൊക്കെ പല സ്ഥലത്തു നിന്നും കണ്ടുപിടിച്ച് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ അന്യോന്യം സംസാരിക്കുന്നത് എന്താവും? ഇപ്പൊ ഇന്ന് വഖഫ് ബോർഡിന്റെ ന്യൂസ് വായിച്ചു. ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആളോട് ആ കഥ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വായിച്ച ന്യൂസ് പറഞ്ഞിട്ടുണ്ടോ മോളെ? ആരോടെങ്കിലും? ഫ്രണ്ട്സിനോട്? ഇല്ല. കാരണം എന്താ? അത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. നമ്മൾ ആരോടും എന്തെങ്കിലും പറയുമ്പോൾ എന്താ പറയാ? അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ളതല്ലേ പറയാം. അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ സ്കൂളിൻ്റെയൊക്കെ എൻവറോൺമെന്റ്. മനസ്സിലായോ? അത് നല്ലപോലെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഏതാവണം നല്ല ഫ്രണ്ട്സ്? നിങ്ങൾ വായിച്ചത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നവരാവണം നിങ്ങളുടെ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു 4-5 പേര് കൂടെ ഉണ്ടെങ്കിൽ ആ 5 പേരും നല്ല നിലയിലെത്തും. അതല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ താഴെ ലെവലുള്ള, ഒരു ഗുണവുമില്ലാത്ത, ഒരു ക്വാളിറ്റിയുമില്ലാത്ത, നിങ്ങൾക്ക് ഒരിക്കലും ഡെവലപ്മെന്റ് കിട്ടാത്ത, നിങ്ങൾക്ക് അറിവ് നൽകാത്ത കുറേ ചലപല വർത്താനങ്ങൾ. തീർന്നു കഥ. ഇതാണ് പഠിക്കാനുള്ള മാർഗം. നല്ല പോലെ ഉണ്ടാവും. അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു ഏതെങ്കിലും ജോലിക്ക് പോകും, ആ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ MBA പഠിക്കാൻ പോകണം, അഡ്മിഷൻ വേണം. അവിടെയൊക്കെ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ ടെസ്റ്റ് നടത്തുന്ന ഒരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ? അതുകൊണ്ടാണ് ഇന്നലെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ കുറേ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാക്കിയത്. നിങ്ങളുടെ കഴിവെന്താവണം? എനിക്ക് തോന്നുന്ന കാര്യം ബാക്കിയുള്ളവരോട് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുന്നത്, അത്തരം പഠിപ്പിക്കലൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, അറിവുണ്ടായിട്ടില്ല. ഇപ്പൊ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് എന്താവണം? ഡിസ്കഷൻസ് നടക്കുന്ന സ്ഥലമാണ്. എൻ്റെ അറിവുകൾ അങ്ങോട്ട് പറയാ, അവരുടെ അറിവ് നിങ്ങൾ പറയാ, കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുക, കുറെ ഡിസ്കഷൻസ് ഉണ്ടാവുക. ആ ഡിസ്കഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും എല്ലാവരും പഠിക്കും. അതല്ലെങ്കിൽ പഠിക്കുന്ന കുറച്ച് പേര് മാത്രം പഠിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി നല്ല കുട്ടിയായാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? പാരൻസിനാണ്, സ്കൂളിനല്ല, ടീച്ചേഴ്സിനും അല്ല. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും സ്മാർട്ടാണെങ്കിൽ അത് ഡോക്ടർ TPSന്റെ കഴിവല്ല. നിങ്ങളുടെ പാരൻസ് നല്ലതായതുകൊണ്ട് നിങ്ങൾ സ്മാർട്ട് ആവും. നിങ്ങൾ ആരും ഡള്ളാണ്, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന ബൊമ്മ പോലെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുറ്റം ആരുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമല്ല, ആരുടെയാ? നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണ് നിങ്ങളെ ശീലിപ്പിച്ചിട്ടുള്ളത്. ഇത്രേ ഉള്ളൂ. ഓട്ടെ, നിങ്ങൾ വളരെ സ്മാർട്ടാണ്, കാരണം നിങ്ങളുടെ പാരൻസ് അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. 2, എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും കുറച്ച് ചേഞ്ച് ഉണ്ടായി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ക്രെഡിറ്റ് കിട്ടും.
ഇനി സ്കൂളിലുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കും. ആർക്കാ ക്രെഡിറ്റ്? സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പളിനും ഒക്കെയാണ്. ഇപ്പം ഇവിടെ കുറേ പേരെ പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടില്ല, അത് പാരൻസിന്റെ കുറ്റമല്ല. അതെ, എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന 40 കുട്ടികളെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് പോകണം എന്ന് പറഞ്ഞാൽ പോവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുത്തേണ്ട കാര്യമില്ല. ഒരു വാക്ക് എന്നിൽ നിന്ന് വന്നാൽ അത് ശ്രദ്ധിക്കുന്നവരാണ് എൻ്റെ കുട്ടികളെങ്കിൽ ആ ടീച്ചർ നല്ല ടീച്ചറാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള കുട്ടികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്ന ടീച്ചറാണ്, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ആ ടീച്ചർ നല്ല ടീച്ചറാണ്. എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ സ്കൂൾ നല്ലതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അതൊന്നിപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. എല്ലാ പാരൻസും നന്നാവണമെന്ന് നമുക്ക് പറയാൻ പറ്റും, എല്ലാ ടീച്ചേഴ്സും നന്നാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ സ്കൂൾസും നന്നാവണമെന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെ കൂടെ കുറച്ച് പേര് ഉണ്ടാക്കാം, കുറച്ച് പേരെ എൻ്റെ കൂടെ ഞാൻ തീരുമാനിക്കുക എത്രയും ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടാവും, നമ്മൾ നല്ലോണം പഠിക്കും. അതാണ് ഉണ്ടാവേണ്ടത്. നല്ല ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ലീഡേഴ്സ് ഉണ്ടാവും. എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് പറ്റുന്ന കുറച്ച് പേരുണ്ടാവും, അല്ലേ? അതുണ്ടാവും. ഇപ്പൊ ഇന്നലെ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊന്ന് എഴുന്നേറ്റ് ഫാസ്റ്റ്. 2, 3 ഇന്നലെ മിനിഞ്ഞാന്നോ, ഇന്നലെയോ മിനിഞ്ഞാന്നോ, ഇന്നലെയും മിനിഞ്ഞാന്നോ ഒക്കെ ആയിട്ട് 2 ദിവസം 5 പേരും ഇങ്ങോട്ട് വരും, 6 പേരും ഇങ്ങോട്ട് വരും. അവിടെ താഴെ നേരെ ലൈനിൽ ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടാക്കാം. സ്റ്റാൻഡ് കം ഫാസ്റ്റ്. ഈ സ്ലോ മൂവ്മെന്റ് ഒക്കെ കാണുമ്പോഴേ എനിക്ക് അറപ്പ് വരും. യു ടു ബി വെരി ഫാസ്റ്റ്. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം. എന്താണ്? ഓർക്കെ? നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം. ഇപ്പൊ ഞാൻ ചൊല്ലി, അത് കഴിഞ്ഞാൽ അത് ചൊല്ലു, റിപ്പീറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാലേ നിങ്ങൾ ചെയ്യുള്ളൂ, അല്ലേ? അത് കേൾക്കുമ്പോൾ ഇതെനിക്ക് പഠിക്കേണ്ടതാണല്ലോ പറഞ്ഞ് സ്വയം റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ നല്ല സ്റ്റുഡൻസ് ആയി. ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ ആരായി? വെറും കൂലി വേലക്കാരായി. അങ്ങനെയാണല്ലോ പറയാം, അല്ലേ? നിങ്ങൾ മാസ്റ്റേഴ്സ് ആവുന്നത് എപ്പോഴാണ്? സ്വയം ചെയ്യുമ്പോൾ. അതാണ് മാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. എനിക്ക് പണി തന്നാൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അതല്ല നമ്മൾക്ക് ഉണ്ടാവേണ്ടത്, സ്വയം. ഓക്കെ? നിമിഷം ജ്വലിതം ശ്രേയം. ഓരോ നിമിഷവും ജ്വലിച്ച് ജീവിക്കണം. എങ്ങനെയാവാൻ പാടില്ല? നതു ധൂമയിതും ചിരം. പ്രകാശവും വെളിച്ചവും വേണം, പുകയാവരുത് എന്നർത്ഥം. ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ നല്ല കഴിവുണ്ട്, പക്ഷെ അതൊന്നും പുറത്തു വരാത്തത് നിങ്ങളിങ്ങനെയൊക്കെ മൂടിയിട്ടിരിക്കുകയാണ്. ചാക്ക് മൂടിയിട്ടുള്ള, അല്ലേ? നല്ലോണം തെളിച്ചം വരുന്ന ഒരു നല്ല വിറക് നല്ല തെളിച്ചത്തോടു കൂടി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നനച്ച ചാക്കിട്ട എങ്ങനെ ഇരിക്കും? പുറത്തെന്താ വരിക? പുക. അതുപോലെയാണ് നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട്, ആ തീ ഉണ്ട്, പക്ഷെ ആ തീയിനെ എന്ത് ചെയ്തിട്ടില്ല? പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. ഫൈൻ. ഇവരൊക്കെ 2 ദിവസം, 1 ദിവസം 2 ദിവസമൊക്കെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. ശിശിരാജിന് മുമ്പും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു 3 ദിവസത്തെ ക്യാമ്പ്, അല്ലേ? അല്ല, ഒരു ദിവസത്തെ. പിറ്റേ ദിവസം ശിശിരയുടെ സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട്, ചിന്മയ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ. അത് അവളുടെയും അവളുടെ അമ്മയുടെ ഇനീഷ്യേറ്റീവിലാണ് എന്നെ കൊണ്ടുപോയത്. അന്നും ഞാൻ പ്രിൻസിപ്പളെ നല്ലോണം ചീത്ത പറഞ്ഞോട്ടെ, അല്ലേ? എന്താ കാരണം? അല്ല, അവര് ഒരു ഫോൺ കോൾ പോലും ചെയ്യുന്നില്ല ഒരു സ്കൂളിൽ പോകുമ്പോൾ. അത് പലയിടത്തും അങ്ങനെയാണ്. ഇപ്പം ഞാനിവിടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഇവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്കൊരു മെസ്സേജെങ്കിലും അയക്കണം. വിളിച്ചത് മാനേജറാവാം, പക്ഷെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് വന്നിരിക്കൂ എന്ന് പറയുന്നൊരു മാന്യത നമുക്കുണ്ട്, ഉണ്ടോ ഇല്ലയോ? അതൊക്കെ ഉണ്ടാവണം. അത് പലയിടത്തും ഇല്ല എന്നുള്ളതാണ്. ഫൈൻ. കമോൺ, എന്ത് ചെയ്യണം? സെലക്ട് യുവർ ടീം, കോൾ 1 by 1. വേഗം, ഇതിനൊന്നും അധികം സമയം ചെലവഴിക്കരുത്. ടപ്പ് നടക്കണം. മിനിറ്റ് വെച്ച് സംഭവങ്ങളാണ്. വേഗം ഓടിപ്പോണം. കമോൺ, നെക്സ്റ്റ്. ഞാൻ പറയേണ്ട കാര്യമില്ല. ഗോ ആൻഡ് മേക്ക്. ഞാനിപ്പോ ഇങ്ങനെ പറയണോ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇയാൾ ഏത് ഗ്രൂപ്പിലാ? അപ്പൊ ഇവിടെ നിൽക്കണോ, അവിടെ നിൽക്കണോ? ഇത് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഗോ ആൻഡ് മൂവ്. അതാണ് ലീഡർഷിപ്പ്. മേക്ക് സെപ്പറേറ്റ് സ്പേസ് ബെറ്റാ.
ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ ബോധമില്ല. നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങളുടെ മുന്നില്. അടുത്ത ആളെ വിളിക്കാനുള്ളത് അന്യോന്യം ഡിസ്കസ് ചെയ്യാം. ഫാസ്റ്റ്. മോനെ, ആ ബാഗ് നീ തട്ടിയോ ഇല്ലയോ? ഇല്ലേ? ഞാനൊക്കെയാണ് എന്റെ സ്റ്റുഡന്റ് ആണ് എന്ത് ചെയ്തെന്ന് പറയാം. അവിടുന്ന് ഇവിടുന്നൊക്കെ ബ്ലഡ് വരുന്നത്. ബോധം എന്ന് പറയുന്നതില്ല. ഞാൻ തട്ടി, അത് അടുത്ത ആള് വരുന്നത് തട്ടിക്കോട്ടെ എന്ന്. സാമൂഹ്യ ബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അടുത്ത ആള് ഫാസ്റ്റ്. എടോ ശിശിര, അടുത്ത ആളെ വിളിക്കൂ. കോൾ ബൈ നെയിം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് ഡിസ്കസ് ചെയ്യൂ. അവരോട് ചോദിക്കൂ ആരെ വിളിക്കണമെന്ന്. ഷോ സം എനർജി. രാവിലെ തിന്നിട്ടുണ്ടല്ലോ ഇല്ലേ? ഷോ സം എനർജി. കോൾ ഫാസ്റ്റ്. എല്ലാവർക്കും ഈക്വൽ നമ്പർ ആവണേ. ഞാൻ കൃത്യമായിട്ട് സീക്വൻസിൽ വിളിക്കാൻ പറഞ്ഞു. വിളിക്കാത്തവരുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ ലീഡർ വാസ് ടോട്ടലി യൂസ്ലെസ്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവം. എല്ലാവരും തിരിച്ചു പോ. All of you go and sit there except the leaders. Except the leaders. എല്ലാവരും തിരിച്ചു പോ. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ആകെ ഗേൾസിനെ നിങ്ങൾ വിളിച്ചു, അവർ ബോയ്സിനെ മാത്രം വിളിച്ചു. ഇതാണോ ലോകം? ഇന്നലെ അങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചത്? ആൾ വിളിക്കുക, അടുത്ത ആൾ വിളിക്കുക, അടുത്ത ആൾ വിളിക്കുക. വിളിക്കുമ്പോൾ വൈ ഡു യു കോൾ ഗേൾസ്? ഇന്നലെ ഞാൻ പറഞ്ഞത് എന്താണ്? ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു ഗേൾ ഉണ്ടെങ്കിൽ ഒരു ബോയെ വിളിക്കുക, ഒരു ബോയ് ഗേളിനെ വിളിക്കുക. സോ ദർ ഈസ് എ മിക്സ് എന്ന് പറഞ്ഞിരുന്നോ? ദെൻ വൈ ഡിഡ് യു കോൾ എ ഗേൾ ഫസ്റ്റ്? നിങ്ങൾ എപ്പം മാറും ഈ ലോകത്തെന്ന് ചോദിക്കണേ? പറയൂ. വെൻ ആർ യു ഗോയിങ് ടു ചേഞ്ച്? ആദ്യം വന്ന ആള് ഫസ്റ്റ് സീറ്റിലിരിക്കുക, രണ്ടാമത് വന്ന ആൾ അടുത്ത സീറ്റിലിരിക്കുക. അങ്ങനെയാണ് ഇരിക്കുക. അല്ലാതെ ഗേൾസ് ആ മൂലക്ക് പോയിട്ട് ഏറ്റവും എക്സ്ട്രീം എൻഡ്, ബോയ്സ് ഇങ്ങ എൻഡ്. ചേഞ്ച്, ലിറ്റിൽ ബിറ്റ് ഓഫ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. സാധാരണ ക്ലാസ് അല്ല ഇത്. ഐ വാണ്ട് ദറ്റ് എനർജി. ആ എനർജി ഇല്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് യൂസ് എനർജി, ഐ എം ഗോയിങ് ടു ക്വിറ്റ് ദിസ് പ്ലേസ്. 5 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്, ഐ എം നോട്ട് ഗോയിങ് ടു ബി ഹിയർ. കാരണം ശരിക്കും ബോറടിച്ചു. ഇതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല അരവിന്ദ വിദ്യാമന്ദിരം. അതുകൊണ്ടാണ് ഒരു കണ്ടീഷനും വെക്കാതെ ആര് എപ്പോ എന്ത് ക്ലാസ് വേണമെന്നൊന്നും പറയാതെ ഞാൻ ഏറ്റു വന്നത്. ഇത്രയും പാത്തറ്റിക് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിവിടെ അറ്റൻഡ് ചെയ്യാൻ. ഇരിങ്ങാലക്കുട നിന്ന് പിള്ളേർ വന്നിട്ടുണ്ട് എൻ്റെ ക്യാമ്പിലൂടെ. ബട്ട് യു ഷുഡ് ചേഞ്ച്. നിങ്ങളാണ് ഇതിന്റെ ലീഡേഴ്സ്. ലൗഡർ. ഉറക്കെ. ഐ വാണ്ട് ദാറ്റ് വേർഡ് ടു കം ഔട്ട് സൗണ്ട്. കിട്ടും അല്ലെങ്കിൽ അട്ടി നല്ലോണം എനിക്ക് ഉറക്കെ പറയും. ആ, അത് ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞാലേ പറഞ്ഞുവിടൂ. സൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ ആ സൗണ്ട് ആദ്യം തന്നെ വന്നൂടെ? പറയേ. ആസ്ക് ദം ടു സ്റ്റാൻഡ് ദർ ഇൻ ഫ്രണ്ട്. നെക്സ്റ്റ് ആള് ഉറക്കെ. ഐ നോ ഐ ആം വേസ്റ്റിംഗ് മൈ എനർജി. പക്ഷെ എവിടെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണ്ടേ? ഓട് ഓട്, റൺ റൺ. Yeah, next you can call again. Fast, fast. വേഗം വേഗം. Second revolution. ഇയാൾ വിളിച്ചോ? ഞാൻ കേട്ടില്ല. ഉറക്കെ എന്ന് പറഞ്ഞ ഉറക്കെ. സ്ലോ ഒരു പണിയുമില്ല. ഹൈ പിച്ച്. പാട്ട് പാടണ്ടേ? ഉറക്കടി. ഉറക്കെ ഉറക്കെ. ഐ വാണ്ട് ദ സൗണ്ട്. മനുഷ്യരൂപേണ മൃഗശ്ചരന്തി എന്നാ പറയാ. മനുഷ്യന്റെ രൂപം ഉണ്ടെന്നുള്ള ഒരു ഗുണവുമില്ല. ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ.
വേഗം 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 വേഗം. ഫാസ്റ്റ് 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 ഫാസ്റ്റ്. റൺ റൺ. ഉറക്കെ പറയും മക്കളെ. ആ ശിശിര, they got 5, now 6, you got only 3. എന്താ കാരണം? ആര് വിളിച്ചില്ലായിരുന്നു? ഉറക്കെ ഉറക്കെ യു സൗണ്ട്. നെക്സ്റ്റ് ഫാസ്റ്റ്. ഞാൻ പറയേണ്ട കാര്യമില്ല, ഒരാളെയും കൂടി വിളിക്കാം. ശിശിര നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. Yeah, now what you do is sit in a group. ഇന്നലെ നടന്ന കുറെ സംഭവങ്ങൾ പഠിച്ചതും കേട്ടതും ഒക്കെ ഡിസ്കസ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, അവരുടെ അടുത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുക. മേക്ക് തറോ 10 questions and that questions will be discussed. Okay, you must make good questions. നിങ്ങളല്ല ചോദിക്കുക, അവർ ഓരോരാളും ചോദിക്കും. അപ്പൊ ഏത് ഗ്രൂപ്പാണ് ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ കഴിവനുസരിച്ചിട്ട് യു മേക്ക് ദം ടു ആസ്ക് ബിഗ് ക്വസ്റ്റ്യൻസ്, ഗുഡ് ക്വസ്റ്റ്യൻസ്, സ്പീക്ക് ലൗഡർ. മനസ്സിലാവുണ്ടോ? ആഹാര, നിദ്ര, ഭയ, മൈഥുനാനി, സമാനി, ചൈതാനി, നൃണാം പശൂനാം. അർത്ഥം മനസ്സിലായി? ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിലും മിണ്ടാണ്ട് പോകും. ആഹാരം അറിയാലോ? ഉറക്കെ ആഹാരം, ഉറക്കെ. നിദ്ര, ഭയം. ഞാൻ ഈ ചൊല്ല് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ അറിയില്ല എന്ന് പറഞ്ഞാൽ കാരണം ഇത് പാടുമ്പോ വെറുതെ പാടും, എന്ത് ചെയ്യില്ല, ആലോചിക്കില്ല. അങ്ങനെ പാടില്ല. എന്ത് ചെയ്യണം? ആഹാര, നിദ്ര, ഭയ, മൈഥുനാനി എന്ന് പറയുമ്പോൾ ഒട്ടനെ ആലോചിക്കണം ഇതെന്താന്ന് പറയണം. വെറുതെ റിപ്പീറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. ആഹാര, ഇപ്പൊ മനസ്സിൽ വരുന്നുണ്ടോ ഇല്ലയോ? ആദ്യം ഉണ്ടപ്പോ ഉണ്ടായിരുന്നോ? ഈ കഴിവുണ്ടാക്കലാണ് എന്റെ ലക്ഷ്യം. ആഹാര, ഞാൻ കേട്ടു എന്ന് മാത്രം വിചാരിക്കൂ, നിങ്ങൾ ആലോചിക്കില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോ, അത് എഴുതുമ്പോ നല്ലപോലെ ആലോചിക്കും. അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്. ആഹാര, നിദ്ര. അത് പറയുമ്പോ നിദ്ര എന്നും കൂടി കാണിച്ചാലോ? ആഹാരം എന്ന് പറയുമ്പോ ഇങ്ങനെ ചെയ്താലോ? അതാണ് ആക്ഷൻ. ഇന്നലെ ഞാൻ അതാണ് ലാസ്റ്റ് പഠിപ്പിച്ചത്, ഓർക്കുന്നുണ്ടോ? 1000 കണ്ണുമായി. ആഹാര, ഡു ഇറ്റ്. കൈക്കെന്താ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറയണോ ഡു ഇറ്റ് എന്ന്? ആഹാര, നിദ്ര, ഭയ, മൈഥുനാനി, സെക്സ്. ആഹാര, നിദ്ര, ഭയ, മൈഥുനാനി, സമാനി, ചൈതാനി. ഒരുപോലെയാണ്. ആർക്കൊക്കെ? ഞാൻ നേരത്തെ വിളിച്ചത് പട്ടിയെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഈ ശ്ലോകം അങ്ങനെയാ പറയുന്നത്. ആർക്ക്? മൃഗങ്ങൾക്ക്. നമ്മൾ സാധാരണ കാണുന്ന മൃഗം ഏതാ? പട്ടികൾ. ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, മലയാളം മനസ്സിലാവില്ല. ഏതെങ്കിലും ഒരു പട്ടിയോട് കടക്കോ പുറത്തോ എന്ന് പറഞ്ഞാൽ കടക്കോ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലോ? പോവും. കാരണം ഇംഗ്ലീഷ് പട്ടിയുടെ ലാംഗ്വേജ്. നോക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഏതെങ്കിലും പട്ടിയോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അത് പോകും. കാരണം സ്ഥിരമായിട്ട് ഗെറ്റ് ഔട്ട് കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം പോലും അറിയില്ല. ഞാൻ ചെയ്തതല്ല, ഇന്ത്യയിലെ ചിന്മയ സ്വാമിയുടെ അടുത്ത റിലേറ്റീവ് ആയിട്ടുള്ള വലിയൊരു റിസർച്ചർ ചെയ്തിട്ടുള്ള റിസർച്ചാണ്. ഭാഷ. അതുകൊണ്ടാണ് ഈ അവിടെ ഇവിടെയൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ അങ്ങനെ പറയണം. മനസ്സിലായോ? അത് ഈ ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സമാനി, ചൈതാനി, നൃണാം. നൃണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്മാര്. പശു എന്ന് പറഞ്ഞാല്, ഞാൻ പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ്. പക്ഷെ ഞാൻ എന്താ പശു എന്ന് വിളിക്കാത്തത് നിങ്ങളെ? മൃഗങ്ങളുടെ കാറ്റഗറിയാണ്. ആള് നെരിയാന്ന് പറഞ്ഞാലോ? നല്ല കഴിവുള്ള ആളാണ്, ഭയങ്കര എനർജറ്റിക്കാന്നല്ല അർത്ഥം. ആളൊരു മൃഗം എന്ന് പറഞ്ഞാലോ? അർത്ഥം മാറി. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നെരിയ എന്ന് പറയാൻ പറ്റുമോ? ആരാ എന്ന് പറഞ്ഞ? കൈ ഇങ്ങനെ വെക്ക്. എല്ലാരും കൈ ഇങ്ങനെ വെക്ക്. ഈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് കുറെ ദൂരത്തെടുക്കുക. എന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് അടുപ്പിക്കുക. ആ ഒച്ചയും കൂടി കേൾക്കണം.
നിങ്ങളുടെ കുഴപ്പമില്ല. കാരണം എന്താ, നാട്ടിലെല്ലാവരും അങ്ങനെയാ പറയാ അല്ലേ? ആന്ന് പറയില്ല. എങ്ങനെ പറയാം? ഡോണ്ട് ഡു ദാറ്റ്. ഈ സ്വഭാവം ഒന്നും മാറില്ല നിങ്ങൾക്ക്. എന്താ കാരണം? നിങ്ങളെക്കാളും പ്രായമുള്ള പലരെയും നോക്കിയാൽ ഈ സ്വഭാവം ഇപ്പോഴും നിങ്ങൾക്ക് കാണും. അവരുടെ പവറും പൊസിഷനും ഒന്നും ബാധകമല്ല. അപ്പൊ നിങ്ങളും അങ്ങനെയായി മാറും. എപ്പോഴെങ്കിലും മാറണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ അതുകൊണ്ട് യൂസ് വേർഡ്സ്, ഓപ്പൺ യുവർ മൗത്ത്. ആദ്യം വേണ്ടത് അതാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷുകാരുടെയൊക്കെ ആദ്യത്തെ ഭാഗം വാ തുറക്കാൻ പഠിപ്പിക്കുക. ഏ എന്ന് പറയില്ല, ഏ എന്ന് പറയും. അപ്പൊ തുറക്കണം. മനസ്സിലായോ? സമാനി ചൈതാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം. എല്ലാ അർത്ഥം മനസ്സിലാവുന്നു. ജ്ഞാനം മനസ്സിലായി, നരാണാം മനുഷ്യന്. ഓരോ വാക്കും ശ്രദ്ധിക്കുക. ശ്രദ്ധാവാൻ ബാക്കി ലഭതേ ജ്ഞാനം. ശ്രദ്ധിച്ചാലേ നോളജ് കിട്ടും. ഓക്കെ. ആർക്ക് മാത്രമേ ഈ കഴിവുള്ളൂ പഠിക്കാൻ? മനുഷ്യന് മാത്രം. നിങ്ങൾ പഠിക്കണില്ല, കേൾക്കണില്ല, ശ്രദ്ധിക്കണില്ല, പറഞ്ഞതനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരാണ്? മൃഗം. അതിൽ ഏറ്റവും നല്ല മൃഗാരാ? നമ്മുടെ തൊട്ടടുത്തുള്ളത് ഡോഗ് ആണോ അല്ലയോ? എല്ലാരും സ്നേഹിക്കുന്ന മൃഗത്തിന്റെ പേരെന്താ? പട്ടി. പക്ഷെ ദേഷ്യം വരുമ്പോ എന്താ വിളിക്കുക? പട്ടിയുടെ മോനെ. പട്ടി നല്ല പേരാണ്, പക്ഷെ എന്ത് നല്ല പേരല്ല. പട്ടിയുടെ മോനെ എന്ന് പറഞ്ഞാൽ നല്ല പേരല്ല. മനസ്സിലായേ? അണ്ടർസ്റ്റുഡ്? വളരെ ഡെഡിക്കേറ്റഡ് ആവണം, നല്ല ഷാർപ്പ് ആവണം, ഫാസ്റ്റ് ആവണം. രാവിലെ എഴുന്നേറ്റാൽ ഫസ്റ്റ് എക്സർസൈസ് എടുക്കുന്ന ഒരു ജീവി ആരും പഠിപ്പിക്കാത്തത് ഏതാ അറിയോ? പട്ടിയാണ്. നിങ്ങൾ രാവിലെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എടുക്കുന്നത് എക്സർസൈസ്? എന്നിട്ട് ഒരൊറ്റ ഓട്ടോടും. പൂച്ച മടിയുടെ ലക്ഷണമാണ്. ഏറ്റവും ലേസിയസ്റ്റ് ആനിമലാണ്, ബുദ്ധി കുറവാണ് എന്നൊക്കെയാണ് പറയാം. നെഗറ്റീവ് സ്ഥലത്ത് മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ്. നെഗറ്റീവ് സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ്. സോ ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചൈതാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേഭിഹീന പശുഭി സമാനം. മൃഗങ്ങൾക്ക് തുല്യം. ഇപ്പൊ നിങ്ങൾ മൃഗമാവണോ മനുഷ്യനാവണോ? ഏത് മൃഗമാവണം തീരുമാനിക്കുക. ഏത് മൃഗമാവണം? മനുഷ്യൻ. ഓക്കെ. മനുഷ്യരൂപത്തിലുള്ള മൃഗാവരുത്. മനുഷ്യന്റെ സ്വഭാവം കൂടി കാണിക്കും. അണ്ടർസ്റ്റുഡ്? ഗോ മേക്ക് ദ ഗ്രൂപ്പ്. യു ഹാവ് അനദർ 15 minutes. 15 മിനിറ്റ് കൊണ്ട് നല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കാം. എന്തൊക്കെ പഠിക്കണം ആ ചോദ്യങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം. തീർന്നു കഥ. മേക്ക് യുവർ ഗ്രൂപ്പ്. എവിടെ വേണമെങ്കിലും ഇരിക്കാം. മേക്ക് എ റൗണ്ട് ഹിയർ ആൻഡ് ദർ സിറ്റ്. ഗോ ആൻഡ് യൂസ് സം ചെയർസ്, വാട്ട് എവർ യു വാണ്ട്. പുൾ സം പ്ലാസ്റ്റിക് ചെയർസ് ഇഫ് യു വാണ്ട് ടു സിറ്റ് ഓപ്പോസിറ്റ്. ആ പ്ലാസ്റ്റിക് ചെയർ എടുക്കുക, ആ ഇടയിൽ കോറിഡോറിന്റെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ സിറ്റ്. ഓൾ ദറ്റ് യു ക്യാൻ യൂസ്. Personal how to baby?